പലതായി ചിതറിക്കിടന്ന സമൂഹത്തെ വെറും സമുദായമെന്ന നിലയിൽ നിന്ന് സംഘടിത ശക്തിയായി ഉയർത്തിയ പ്രസ്ഥാനങ്ങൾ നവോത്ഥാന വഴികളിൽ വിദ്യാഭ്യാസ വളർച്ചയിൽ സാമൂഹിക പരിഷ്കരണത്തിൽ സാംസ്കാരിക മുന്നേറ്റത്തിൽ നവകേരള ചരിത്രത്തിനൊപ്പം നിൽക്കുന്ന പേരുകളാണ് NSSും SNDPയും. ശ്രീനാരായണ ഗുരുവും മന്നത്തു പത്മനാഭനും ഈ നാടിന് നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാനാവില്ല. സംഘടിച്ചു ശക്തനാകുക എന്ന സന്ദേശവും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന വിശാലമായ മാനവിക ദർശനവും കേരളത്തിന്റെ സാമൂഹിക മനസ്സിനെ ആഴത്തിൽ മാറ്റിമറിച്ചവയാണ്. മലയാളിയെ തന്നെ മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഈ സംഘടനകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത നേതൃത്വത്തിന്റെ കാലഹരണപ്പെട്ട പെരുമാറ്റ രീതികളിൽ ലജ്ജിച്ച് തലകുനിക്കേണ്ടി വരുന്നുണ്ടോ ഈ സമുദായത്തിൽ ജനിച്ചു പോയവർക്ക്? വ്യത്യസ്ത അഭിപ്രായങ്ങളും വിമത സ്വരങ്ങളും മുമ്പും ഉയർന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ടതായിരുന്നുവെങ്കിൽ ഇന്ന് സംഘടിതമായ നീക്കം നടക്കുകയാണ്. അത് സദ്യയ്ക്ക് ഇരകിട്ടാത്ത വിമതരുടെ വെറും പരിഭവമാണോ, അതോ അടിത്തറയെ തന്നെ ഇളക്കുന്ന കൊടുങ്കാറ്റോ? NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ നായർ സംരക്ഷണ സമിതി ഒരുങ്ങുന്നത് പുതിയ പടപ്പുറപ്പാടാണോ? അതിനിടെയാണ് SNDP യൂണിയനെതിരെ വിമതരുടെ ഒത്തുചേരൽ. അതായത് കേരളത്തിലെ രണ്ട് പ്രബല സമുദായ സംഘടനകളിലും ഒരേ സമയം വിമതരുടെ യുദ്ധപ്രഖ്യാപനം. ഇവർ തിരുത്തൽ ശക്തികളാകുമോ, അതോ സംഘടനകൾ പലതായി പിളർന്ന് പഴയ പോലെ ചിതറുമെന്നതിൻ്റെ മുന്നറിയിപ്പോ? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംവിധായകൻ മേജർ രവി, സാമൂഹ്യ നിരീക്ഷകൻ സ്വാമി ഭദ്രാനന്ദ, BDJS നേതാവ് C സതീശൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. ആദ്യം ശ്രീ മേജർ രവിയിലേക്ക്. ശ്രീ മേജർ രവി, NSSനുള്ളിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നേതൃത്വത്തിനെതിരെ, സുകുമാരൻ നായർക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ ആർക്കും ഇതുവരെയും ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. അതൊരു സ്വാഭാവികമായ വികാര പ്രകടനം എന്ന രീതിയിലാണ് ആദ്യം കരുതിയത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് സമാന്തര നീക്കമാണോ എന്ന രീതിയിലുള്ള ചില സംശയങ്ങളൊക്കെ ഉയർന്നു വന്നത്. എന്താണ് ഈ പുതിയ മുന്നേറ്റം കൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ഒരു തിരുത്തലാണോ, മാറ്റമാണോ? തിരുത്തൽ ഇനി നടക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. കാരണം ചില സംഭവങ്ങൾ ഞങ്ങളുടെ ആർമി ഒരു ലാംഗ്വേജ് ഉണ്ട്, ബിയോണ്ട് എക്കണോമിക്കൽ റിപ്പയർ എന്ന് പറയും. അത് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ആളുടെ മറ്റേ കറക്ഷൻസ് ചെയ്താലൊന്നും നേരെയാവില്ല. അപ്പോൾ ഇന്നത്തെ സുകുമാരൻ നായരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, 60 കൊല്ലമായിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു ഇത് വേണ്ട, ഇനി എന്നെ ഇങ്ങോട്ട് കറക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ കറക്ഷൻ ചെയ്യാൻ ആരും നോക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ഗവൺമെൻറ് സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് 60 വയസ്സ് വരെയാണ് പെൻഷനബിൾ സർവീസ് എന്ന് പറയുന്നത്. ആ 60 വയസ്സ് തുടങ്ങുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ഒരു പട്ടാളത്തിലൊക്കെ ആണെങ്കിൽ NDAയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 21 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോഴത്തേക്കും തുടങ്ങിയിട്ട് സർവീസ് 60. അപ്പോൾ സർവീസ് എത്രയാണ്? 40 വർഷം. ഇദ്ദേഹം 60 വർഷമായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തെ 22 25 വയസ്സുണ്ട് 85 വയസ്സ് വരേക്കുള്ളത് അവിടെ ഇരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 6ാമത്തെ പ്രാവശ്യം ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്നുള്ളത്. ഇതിന് മറ്റുള്ള ആളുകൾ ചോദിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അദ്ദേഹം അവിടെ ഇരിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാര്യക്ഷമതയോട് കൂടിയിട്ട് കാര്യങ്ങൾ അദ്ദേഹം നടത്തുകയാണെങ്കിൽ ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആരും ഒന്നും കുറ്റം പറയില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പോലും പിരിച്ചുവിട്ടത് പ്രൊഫസർ ഹരിയേട്ടനെ പോലുള്ള ആളുകളെയും കോന്നി ഗോപകുമാർ ഇങ്ങനെയുള്ള പല ആളുകളും ഉണ്ട്. ഇവരെല്ലാം അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ ആദ്യം എടുത്ത് തൂക്കി പുറത്തേക്കിടും. അപ്പോൾ പുറത്തേക്കിടുന്നത് എന്തുകൊണ്ടാണ്? തന്നെ ആരും ചോദ്യം ചെയ്യരുത്, തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കിടുക. ആ ഒരു ലാംഗ്വേജാണ് അദ്ദേഹം ഗണേഷ് കുമാറിൻ്റെ അടുത്തും പറഞ്ഞത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ വിവരം ഞാൻ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈനിന് ഒരു ചെറിയൊരു രൂക്ഷമായിട്ടുള്ളൊരു ഭീഷണിയുടെ സ്വരം കൂടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നപ്പതല്ല, കറക്ഷനല്ല ആവശ്യം, ഒരു മാറ്റം തന്നെയാണ്. ബിക്കോസ് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കകത്ത് ആർക്കും NSSൽ ജോലി കൊടുക്കാൻ ബാക്കിയില്ല. അതങ്ങനെ വല്ലതും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ പല വേക്കൻസികളിലും ഉണ്ടായിരിക്കുമല്ലോ. അത് മക്കളായാലും മരുമക്കളായാലും അമ്മാവൻ്റെ മകനും ചിറ്റപ്പൻ്റെ മകനും എല്ലാം കൂടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-300 ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ട് തന്നെ NSSനകത്ത് ജോലിയുണ്ട്. നേരെ മറിച്ചൊരു നോർമലായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു നായർക്കുട്ടി TTC പാസ്സായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അതിന് 10, 20, 25 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തില്ലാതെ അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. പിന്നീട് എന്താണ് നിങ്ങൾ ചെയ്തത്? ഇത്രയും വലിയൊരു സമുദായത്തിൻ്റെ തലവനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്പർ 1,
ഒന്ന്, നിങ്ങളുടെ ധാർഷ്ട്യം എന്ന് പറയുന്നത് അതിര് കടന്നിരിക്കുന്നു. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അവിടെ വന്നിട്ട് പോലും അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മന്നത്താചാര്യൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശൻ്റെയൊക്കെ പ്രതിമയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ആയിരിക്കും, ഞാനാണ് എൻ്റെ വാരിസ്, ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. മന്നത്താചാര്യൻ എന്ന് പറയുന്നത് നായർ സമുദായത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിന് എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്കൂളിന് മുന്നേ തന്നെ എഴുതിയിട്ടുണ്ട്, NSS ഹിന്ദു കോളേജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഹിന്ദു വിദ്യാലയം അല്ലെ. ആ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു മന്നത്താചാര്യനെ പോലും കാണണമെങ്കിൽ ഈ തമ്പ്രാൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നാൽ മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആർക്ക് വേണം? അപ്പോൾ പലരും അവിടെ പോവില്ല. അപ്പം എന്ത് പറ്റി? മന്നത്താചാര്യനെ പോലും ഇൻസൾട്ട് ചെയ്യത്തക്ക രീതിയിലോട്ട് ഇദ്ദേഹം കാര്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. 2, ഇവിടെ ഉണ്ടായിരുന്ന എത്ര കോളേജുകൾ, നിങ്ങളിന്നിപ്പോൾ NSS കോളേജുകളെല്ലാം ഒന്ന് പോയി നോക്കും. ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു സ്ഥലങ്ങളാണ് ഈ NSS കോളേജുകൾ മുഴുവൻ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ പുല്ല് വെട്ടി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പാലം, ഞാനിപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടെ ഇലക്ഷൻ എന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ആ കോളേജിൻ്റെ ഉൾവശത്തടക്കം പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. പാമ്പും ചെമ്പും കിടക്കുന്നൊരു, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒരു അന്തസ്സോട് കൂടിയിട്ട് ഇത് ഒരു കുട്ടിക്ക് പറയാൻ സാധിക്കണം, ഇത് ഞാൻ പഠിക്കുന്ന കോളേജാണെന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന് വളർത്തി കൊണ്ടുപോകണില്ല. ആ സമയത്താണ് ഒരു ചായക്കട തുടങ്ങിയിരിക്കുന്നത്, പത്മ കഫേ എന്നും പറഞ്ഞിട്ട്. ഈ പത്മ കഫേ തുടങ്ങുന്നത് ഓക്കെ, നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെയ്തോളൂ, എന്തെങ്കിലും ചെയ്തു. അതിലിപ്പോൾ എത്ര എണ്ണം പൂട്ടി. ഞാൻ പോകുന്ന വഴിക്ക് കാണുന്ന പല പത്മ കഫേകളും പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്ഥാപനം നടത്തേണ്ടതോ അതിൽ നിന്ന് നിങ്ങളുടെ സമുദായക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നതോ അല്ല. 2, എത്ര മെഡിക്കൽ കോളേജുകൾ. ഇന്നിപ്പം നമ്മുടെ അഫിലിയേഷൻ ഉണ്ടായിരുന്ന ഒരു ഹോമിയോ കോളേജ് പോലും തമിഴ്നാട്ടിലത്തെ അതിൻ്റെ അഫിലിയേഷൻ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. വേറെ അയ്യപ്പാസ് കോളേജ് എന്നും പറഞ്ഞ് അത് മൂപ്പരുടെ ഏതോ ഒരു ശിങ്കിടി ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആക്കിയിട്ട് അതും വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ്. സോ ഇവിടെ നടക്കുന്ന മുഴുവൻ വിൽപ്പനയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം. ചേർത്തല കോളേജിൽ അവിടെ NSS കോളേജിലുണ്ടായിരുന്ന മണൽ മുഴുവൻ വാരി അവിടെ കുണ്ടും കുഴിയായിട്ടിട്ട് കടത്തിയിരിക്കുകയാണ്. കരിമണൽ ഒരു സ്ഥലത്ത് ഇവരുടെ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ കരിമണൽ കടത്തേക്ക് വിറ്റിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ എന്താണ്? വിൽപ്പന മാത്രം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് പോലും ഈ നമ്മുടെ തമ്പ്രാൻ അവിടെ പ്രധാനമന്ത്രിയെ പോലും ഞങ്ങൾ NSSൻ്റെ ആളാണ്, ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ആര് വന്നു കഴിഞ്ഞാലും ശരി ഞങ്ങൾ, അത് മോദി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അതിന് രാജീവ് ഗാന്ധി ആണെങ്കിലും ശരി, ഇന്ദിരാഗാന്ധി ആണെങ്കിലും ശരി, ആരായാലും അത് അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയെ പോലും ബഹുമാനിക്കാത്ത രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ തൻ്റെ ധാർഷ്ട്യം കയറിയിട്ട് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് അപ്പം ഗണേഷ് കുമാർ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ എന്തോ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, തലയും താത്തിരുന്നിട്ട് അത് ഏതും കൊലകൊമ്പം വന്നു കഴിഞ്ഞാലും അവിടെ ഇരിക്കില്ല. കാരണം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കസേല എന്ന് പറയുന്നത് മൂപ്പര വിചാരം ഇതാണ് ലോകം, ഇത് കിണറ്റിൽ കിടക്കുന്ന തവളയാണ്. അദ്ദേഹത്തിന്റെ ശൈലിയോടാണോ നിങ്ങൾക്ക് എതിർപ്പുള്ളത്, അതോ ആ നേതൃത്വത്തോടാണോ? മാത്രമല്ല താങ്കൾ പറഞ്ഞു ഇനി അദ്ദേഹത്തെ തിരുത്തുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. പക്ഷെ ഒരു മാറ്റമാണ് വേണ്ടതെങ്കിൽ NSSനകത്തൊരു ജനാധിപത്യ രീതിയിൽ അദ്ദേഹത്തെ മാറ്റുക, സുകുമാരൻ നായരെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതെന്തുകൊണ്ടാണ് ഇപ്പം താങ്കൾ ചോദിച്ചുള്ള എളുപ്പമുള്ള കാര്യമാണോ എന്നുള്ളത്? ഞങ്ങൾ ഇത് ഇവിടെ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതിൻ്റെ ബൈലോ ഒന്ന് കാണിച്ചിട്ട് അത് പ്രകാരം ഇതൊന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് ആ ബൈലോ കോടതിയിൽ ആ കേസ് വരുന്ന സമയത്ത് ഇപ്പോൾ 97ാമത്തെ പ്രാവശ്യവും കോടതിയിൽ ആ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ബൈലോ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബൈലോയ്ക്കകത്തുണ്ട് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിനകത്ത് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ വന്നാൽ അത് കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അതിനെ പേടിക്കുന്നത്? ഈ ബൈലോ കോടതിയിൽ വരാൻ വേണ്ടിയിട്ട് പേടിക്കുന്നത്? കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും, ജനാധിപത്യപരമായിട്ട് അദ്ദേഹത്തിന് പിന്നെ ഇലക്ഷൻ കിടണം. ഇതെന്താണ് ഗണേഷ് കുമാർ പറഞ്ഞത് ശരിയാണ്. ഈവനിങ് ഒരു 7 മണിയായി കഴിഞ്ഞാൽ പല കരയോഗങ്ങളെയും പിരിച്ചുവിടും. കാരണം തന്നോട് എന്തെങ്കിലും എതിർത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാളെ പിരിച്ചുവിടുക, ഇതൊക്കെ തന്നെയാണ് പണി. അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ കൺസ്ട്രക്റ്റീവായിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ആ കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നുള്ളറിയോ? എനിക്കൊരു കാര്യത്തിൽ എനിക്ക് വിവരം കുറച്ച് കുറവാണെങ്കിൽ ഞാൻ ആ സംഭവം ചെയ്യില്ല. ഒരു മെഡിക്കൽ കോളേജ് അതിൻ്റേതായിട്ടുള്ള ഗ്രാഹ്യമായിട്ടുള്ള നല്ല വിവരം വേണം എനിക്ക്. അതിലെന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇനി ഞാൻ എന്തെങ്കിലും കേസിൽ കൊടുക്കുമോ? അപ്പം എന്താണ് വേണ്ട, മെഡിക്കൽ കോളേജിൽ വേണ്ട. ഞങ്ങൾ 40 എൻ്റെ സ്ഥലം പട്ടാമ്പിയിലാണ്.
ഞങ്ങളുടെ അവിടെ ഗംഗാരം വൈദ്യർ 40 ഏക്കർ സ്ഥലം 1973 വാങ്ങിച്ച NSSൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടുള്ള സ്ഥലം ഇന്നിപ്പോൾ 2026 ഇതുവരെയ്ക്ക് അവിടെ ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം ഒരു 10 ഏക്കർ വിറ്റു കോറിക്കാർക്ക് വേണ്ടിയിട്ട്. അത് വിൽക്കുകയാണോ അതോ കോറിക്കാർക്ക് വേണ്ടി കൊടുക്കുകയാണോ ചെയ്തിട്ടുള്ളതിൻ്റെ ശരിയായിട്ടുള്ള വിവരം എനിക്കില്ല. പക്ഷേ ഗംഗാരം വൈദ്യർ പറഞ്ഞത് ഇത് കോറിക്കാർക്ക് കൊടുത്തിട്ട് അവിടെ കോറിക്കാർ വന്നിട്ട് കംപ്ലീറ്റ് ഇടത്തുനിന്ന് കല്ല് വെട്ടി മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റീവായിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ്, നമുക്കൊരു മാറ്റം തന്നെയാണ് ആവശ്യം. കറക്ഷൻ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ആദ്യം നിങ്ങൾ ബൈലോ കൊണ്ടുവന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക. ഈ 97 പ്രാവശ്യം കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അവിടെയുള്ള എറണാകുളത്തുള്ള വലിയൊരു ലോ ഫോമിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഈ കേസുകൾ 97 പ്രാവശ്യം മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് ഇത് പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലാവലിംഗ് കേസ് മാറ്റിവെച്ച പോലെയാണ് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഇൻഫ്ലുവൻസ് വെച്ചത് മാറ്റി, നിങ്ങൾ എന്തുകൊണ്ട് ഈ ബൈലോ കാണിക്കുന്നില്ല? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആ ബൈലോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജനാധിപത്യപരമായിട്ട് ആളുകളെ സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് ആ സമയം വന്നു കഴിഞ്ഞാൽ സുകുമാരൻ നായരെ പിന്നെ അവിടെ ആരും സെലക്ട് ചെയ്യില്ല. ഇപ്പം എല്ലാവരും ഓച്ചാനിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ പല മാനിപ്പുലേഷൻസും ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ നിന്നിപ്പോൾ ഒരാൾ, അതിപ്പോൾ ഗണേഷ് കുമാറിനെ ഇപ്പം അവിടെ നിന്നിട്ട് എന്തിനാണ് പുറത്താക്കിയെന്നുള്ളത് എനിക്കറിയില്ല. എന്തിനാണെങ്കിലും ശരി, അദ്ദേഹം ഇപ്പോഴെങ്കിലും ഒന്ന് വാ തുറന്ന് സംസാരിച്ചല്ലോ ഗണേഷ് കുമാറിൻ്റെ അടുത്ത്. എനിക്കതിന് നന്ദിയുണ്ട്. കാരണം ഇതാദ്യമേ ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ് ഗണേഷ് കുമാർ. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിർത്തരുത്. തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ ഇദ്ദേഹത്തിനെ അഴിച്ചു വിട്ടു. ആ വിട്ടതിൻ്റെയാണ് ഇന്നൊരു സമുദായം നശിച്ചു. പക്ഷേ ഈ അധികാര സ്ഥാനം ഉണ്ടായിരുന്നപ്പോൾ, അതായത് NSSന്റെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നപ്പോൾ ഗണേഷ് കുമാർ ഈ ധൈര്യം കാണിച്ചില്ല. ശ്രീ മേജർ രവി, എന്തായാലും അങ്ങിലേക്ക് എത്താം. ശ്രീ M ജയചന്ദ്രൻ, ഇതൊരു മാറ്റത്തിന് വേണ്ടിയാണ് പുതിയ പോരാട്ടം, നായർ സംരക്ഷണ സമിതിയുടെ പോരാട്ടമെന്നാണ് മേജർ രവി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത്തരമൊരു മാറ്റം NSSൽ എളുപ്പമാണോ? പ്രത്യേകിച്ചും സുകുമാരൻ നായരെ പോലെ വളരെ കരുത്തനായിട്ടുള്ള ഒരു സംഘടനാ നേതാവ്, അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാൻ ആ സംഘടനയ്ക്കുള്ളിൽ ആർക്കും ധൈര്യമില്ല. അതൊരു വസ്തുതയാണ്. കാരണം ഇന്നത്തെ ചർച്ചയിൽ, ഈ പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ പോലും NSSന്റെ പ്രതിനിധികളെ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അതിനുള്ള അനുമതിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് NSS ആസ്ഥാനത്തൊന്നും അതിനുള്ള അനുമതി, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല, അതിനുള്ള അനുമതി നൽകിയിട്ടില്ല. അത്രയ്ക്കും ഒരു ഏകാധിപത്യ പ്രവണത NSSനകത്ത് ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശൈലിയെ, സുകുമാരൻ നായരുടെ ശൈലിയെ വിമർശിക്കുന്നു. അത് ഏത് രീതിയിലാണെന്ന് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം അഭിനയിച്ച് കാണിച്ചു തന്നതാണ്. അതൊരു പരിധിവരെയും വസ്തുതയല്ലേ? പക്ഷേ ഈ ഒരു മാറ്റം മേജർ രവി അല്ലെങ്കിൽ ഗണേഷ് കുമാർ ഉൾപ്പെടുന്ന ഈ ഒരു ഗ്രൂപ്പ് ഒരു പുതിയ മുന്നേറ്റം നടത്തുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമാണ്? അദ്ദേഹത്തെ മാറ്റുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ ശ്രീ M ജയചന്ദ്രൻ? ഇതിൽ നമ്മൾ കാണുന്ന പ്രശ്നം, ഇപ്പോ മേജർ രവി ആദ്യം ദീർഘമായി സംസാരിച്ചല്ലോ. അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളൊന്നും പുതിയതല്ല. എല്ലാം എത്രയോ കാലമായി ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോ SNDPയെ സംബന്ധിച്ച് സംസാരിക്കാനിരിക്കുന്നു BDJSന്റെ പ്രതിനിധി പറയാനിരിക്കുന്നു. പക്ഷെ ഇത് ഈ NSSന്റെ നേതൃത്വത്തിനാണെങ്കിലും ശരി, SNDPയുടെ നേതൃത്വത്തിനാണെങ്കിലും ശരി, ആ നേതൃത്വത്തിനെ മാറ്റണമെങ്കിൽ സംഘടനാപരമായ അല്ലാതെ നീക്കങ്ങൾ കൊണ്ട് ഒരു കാലത്തും കഴിയില്ല എന്നുള്ളത് ഇവരാരും മനസ്സിലാക്കാത്തത് എന്താണ്? എൻ്റെ ഒന്നാമത്തെ സംശയം അതാണ്. ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മുതിരുന്നില്ല. ഇപ്പൊ ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞു. മേജർ രവി പറയുന്നത് അദ്ദേഹം ഇപ്പോഴെങ്കിലും പുറത്തുവന്ന് പറഞ്ഞത് നന്നായല്ലോ എന്നാണ്. ദീർഘകാലം അദ്ദേഹത്തിന്റെ പിതാവ് ഏറെ ആദരണീയനായ ബാലകൃഷ്ണപിള്ള സാറ് ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. മരിക്കുന്നത് വരെ പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായിരുന്നു. ആ കാലത്തും സുകുമാരൻ നായർ അധികാരത്തിൽ വന്നു. PK നാരായണപ്പണിക്കർക്ക് ശേഷം അധികാരത്തിൽ വന്നുവല്ലോ. അന്നും R ബാലകൃഷ്ണപിള്ളയ്ക്ക് തർക്കമൊന്നും ഉണ്ടായില്ല, ഗണേഷ് കുമാറിന് തർക്കമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ മരണാനന്തരം മകൻ ശ്രീ KB ഗണേഷ് കുമാറിനെ NSS ഉൾക്കൊള്ളുകയും കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആക്കുകയും ഡയറക്ടർ ബോർഡ് മെമ്പറാക്കുകയും ചെയ്തു. അന്നേരവും ചേർന്ന് നിന്ന് ആ അധികാരത്തിന്റെ ഭാഗമായി അത് കൊണ്ടുപോയതല്ലാതെ നേതൃത്വം വഴിപിഴച്ച രീതിയിലാണ് പോകുന്നത്. ഈ നിലയിലേക്ക് NSS പോയിക്കൂടാ, ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തിരുത്തലുകൾ ആവശ്യമാണ് എന്നൊരു ജനാധിപത്യപരമായ വിമർശനം ഒരു കാലത്തും എവിടെയും ഗണേഷ് കുമാർ ഉന്നയിച്ചില്ല. ഇപ്പോ പിന്നെ മേജർ രവിയും ഒക്കെ പറയുന്നത് പോലെ തന്നെ സുകുമാരൻ നായർ ധിക്കാരം കൊണ്ടാണെന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. അദ്ദേഹം ഗണേഷ് കുമാറിനെ ചെവിക്ക് പിടിച്ചു തൂക്കി എറിയുന്നു. സ്ഥാനത്ത് നിന്ന് പുറത്തു നിന്ന്
സുകുമാരൻ നായരുടെ ഈ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ അനുകരിച്ച് കാണിച്ചുകൊണ്ട് മിമിക് ചെയ്യുന്നു ഗണേശൻ. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നാളെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഈ വിമത നീക്കങ്ങൾ കൊണ്ടൊന്നും ഇതുപോലുള്ള സംഘടനകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ ഈ മതസംഘടനകളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, രാഷ്ട്രീയ സംഘടനകളുടെയും കൂടെ കാര്യമാണ്. ഏതൊരു സംഘടനയ്ക്കും സംഘടനാപരമായ ദൃഢീകരിച്ചൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് ഭേദിച്ചുകൊണ്ട് ഒരു വിമത നീക്കത്തിന് ഒരു സാധ്യതയും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാവാൻ പോകുന്നുമില്ല. അപ്പൊ അതിന്റെ അകത്തെന്തെങ്കിലും ശുദ്ധീകരണം നടത്തണമെങ്കിൽ ഇപ്പൊ NSSനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ശുദ്ധീകരണം വരേണ്ടത് താഴെ തട്ടിലുള്ള കരയോഗങ്ങളിലാണ്. കരയോഗങ്ങളിൽ നിന്നുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് ജനറൽ സെക്രട്ടറി അടക്കം തെരഞ്ഞെടുക്കുന്ന ബോഡിയിലേക്ക് വരുന്നത്. അത് ഇലക്ടറൽ റോൾ മെമ്പർ എന്നൊരു പേരിലാണ്. അവരാദ്യം കരയോഗങ്ങളിൽ നിന്ന് താലൂക്ക് യൂണിയനുകൾ ചെല്ലുന്നു. താലൂക്ക് യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ട് NSSന്റെ പ്രതിനിധി സഭ യോഗത്തിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് 32 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയൊക്കെ തെരഞ്ഞെടുക്കുന്നതാണ് NSSന്റെ സംഘടനാ രീതി. ആ ശ്രേണി അങ്ങനെയാണ്. അത് എങ്ങനെയാണ് ഒരു സുകുമാരൻ നായരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾക്കും മരുമക്കൾക്കും അനന്തരന്മാർക്കും ബന്ധുക്കൾക്കും എല്ലാം അവിടെ ജോലി കൊടുത്തു എന്ന വിമർശനം ഉന്നയിച്ചാൽ അലിഞ്ഞു പോകുന്നതല്ല ഈ സംഘടനയിലെ ഞാൻ ആദ്യം പറഞ്ഞ ദൃഢീകരണം എന്ന് പറയുന്നത്. അത് അത്രയ്ക്ക് ഡീപ്പ് റൂട്ടഡ് ആണ്. ആ ഡീപ്പ് റൂട്ടഡ് ആക്കി വെച്ചത് സുകുമാരൻ നായരോ പി കെ നാരായണപ്പണിക്കരോ അല്ല, സാക്ഷാൽ ശ്രീ മന്നത്ത് പത്മനാഭനാണ്, മന്നത്താചാര്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആക്കി വെച്ചത്. പക്ഷെ എനിക്ക് മേജർ രവിയോട് ഒരു കാര്യത്തിലും കഠിനമായി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. പത്മ കഫേ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭന്റെ സ്മരണയ്ക്ക് തന്നെ തുടങ്ങിയതാണ്. ഒരു ചായക്കട എന്ന നിലയിൽ താങ്കൾക്ക് വേണമെങ്കിൽ അത് ലഘൂകരിക്കാം. അത് താങ്കളുടെ BJP മനസ്സിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ അത് ചായക്കടയായിട്ട് കാണാൻ ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എന്തായാലും തയ്യാറാവില്ല. പൊതുസമൂഹവും സുകുമാരൻ നായർ തുടങ്ങിയ ചായക്കടയായിട്ട് അതിനെ അധപതിപ്പിച്ച് പറയാനും ഇഷ്ടപ്പെടില്ല. അത്തരത്തിൽ എത്ര കാലം നിങ്ങളെപ്പോലുള്ള അങ്ങനെ ആ പദപ്രയോഗം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഇടുങ്ങിയ അവസ്ഥ മാത്രമേ എന്നെപ്പോലുള്ളവർ കാണുകയുള്ളൂ നിങ്ങൾ അങ്ങനെ പറയുന്നതിലൂടെ. അതിനപ്പുറത്തേക്ക് ഒരു നിലവാരവും ചായക്കട പ്രയോഗത്തിന് ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായരെ വിമർശിക്കാനായിട്ട് ഒരുപാട് സംഘടന NSSന്റെ അകത്ത് തന്നെ പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്തിന് നമ്മൾ നോക്കിയ ഇടുക്കിയില് ശ്രീപത്മനാഭപുരം എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, യൂണിയൻ ഉണ്ടല്ലോ, അത് തന്നെയും വിമത സ്വാധീനത്തിൽ നിൽക്കുന്ന താലൂക്ക് യൂണിയനാണ്. വിമത സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു താലൂക്ക് യൂണിയൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ടോമേ. ആകെ 70 താലൂക്ക് യൂണിയനുകളുള്ള NSSല് ഒരു താലൂക്ക് യൂണിയൻ വേറെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു യൂണിയൻ അവിടെ മാത്രമേ ഉള്ളൂ ഇടുക്കിയിലെ. എന്നിട്ടും അവർക്ക് എത്ര കാലമായി, 7 എനിക്ക് 9 കൊല്ലം മറ്റുമായി അവർ ആ നിലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവര് അസംഘടിതമായി ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ NSSന്റെ സംഘടിത ആ ഒരു ശ്രേണിക്കകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്ന് കടന്നിരിക്കാനോ ഇടപെട്ട് കാര്യങ്ങൾ ഏതെങ്കിലും നിലയിലേക്ക് കൊണ്ടെത്തിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ കോടതിയുടെ പ്രശ്നം പറയുന്നത് മേജർ രവി 97 പ്രാവശ്യമായിട്ടുള്ള കേസ് മാറ്റിവെക്കുന്നുണ്ട്. താങ്കൾക്ക് ഇംപ്ലീഡ് ചെയ്തൂടെ? ഈ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ എന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ നിയമത്തിൽ. കോടതിയിലെ കേസിൽ കക്ഷി ചേരാനുള്ള അവകാശം, ആ കക്ഷി ചേരാനുള്ള അവകാശം ഉപയോഗിക്കൂ ശ്രീ മേജർ രവി. അതല്ലേ യഥാർത്ഥ ഹീറോയിസം എന്ന് പറയുന്നത്. അല്ലാതെ ഈ വിമതപക്ഷത്തിന് വേണ്ടി എത്രത്തോളം നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതിൽ ഹീറോയിസം വരുന്നില്ല. നിങ്ങൾ ഇംപ്ലീഡ് ചെയ്യൂ, അതല്ല ചെയ്യേണ്ടത്. 97 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ അതിന് വസ്തുതകൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവതരിപ്പിക്കാനുണ്ട് എന്നൊക്കെ പറയാമല്ലോ. എൻ്റെ ഒരു അഭിപ്രായം ശ്രീ ടോം പറഞ്ഞാൽ, സുകുമാരൻ നായരെ തിരുത്താൻ എന്ന വ്യാജേന ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാമോ? ചില താല്പര്യങ്ങൾ തിരികെ കയറ്റാനുള്ള പല തരത്തിലുള്ള, ഒരു തരത്തിലുള്ളതല്ല, പല തരത്തിലുള്ള ശ്രമങ്ങളാണ്. അതിൽ രാഷ്ട്രീയമായ ശ്രമങ്ങളുണ്ട്, വ്യക്തിപരമായ ശ്രമങ്ങളുണ്ട്, സംഘടിതമായ ശ്രമങ്ങളുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള താല്പര്യങ്ങൾ ചേർന്നുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിലുള്ളത്. അതല്ലാതെ NSSനെ നന്നാക്കി കളയാം എന്നുള്ള ഒരു വലിയ താല്പര്യം കൊണ്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരവരുടെ പ്രദേശത്താണ് NSSന് ആ വളർച്ച ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അവിടുന്ന് NSSന് വളർച്ച ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് അത് താലൂക്കിൽ നിന്ന് ജില്ലയിലേക്കും, ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്കും, അങ്ങനെ ആകെ സംസ്ഥാന നേതൃത്വത്തിലേക്കും ഈ സംഘടന കൊണ്ട് സാധാരണ സമുദായ അംഗങ്ങൾക്ക് എന്താണ് പ്രയോജനമെന്നാണ് മേജർ രവി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. കാരണം ഒരു ജോലിയുടെ കാര്യം, ഒരു വിദ്യാഭ്യാസ രംഗത്ത്, ഈ ഒരു മേഖലകളിലും ഈ സമുദായ അംഗങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. മരണാനന്തര ചടങ്ങുകളിൽ മാത്രം
NSS എന്ന സംവിധാനം ഇടപെടുന്നു. അതിനപ്പുറം എന്ത് ഗുണമാണ് ഒരു സാധാരണ സമുദായ അംഗത്തിന് ഈ NSS എന്ന പ്രസ്ഥാനം കൊണ്ടുള്ളത്? ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഈ ചർച്ചയിൽ? നിങ്ങൾ പറയുന്നത് പോലെ ആ സമുദായ സംഘടന കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന സമുദായ അംഗങ്ങൾ എന്തിനതിൽ നിൽക്കണം? അവര് നിങ്ങൾ ചോദിക്കുന്നത് പോലെ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ വ്യക്തിപരമായ ഗുണഗണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെന്നേ അവരതിനകത്ത് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചോളം ഒരു സംഘബോധമുണ്ട്. ആ സംഘബോധത്തിൽ ഈ സംഘടന നിൽക്കുന്നത് അവരുടെ മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതിന് തങ്ങൾക്ക് അവരെന്ത് തരുന്നു, തങ്ങൾക്ക് എന്ത് തരാനാണ് അവർക്ക് ബാധ്യതയുള്ളത്, ഇതൊന്നും അളന്നു തൂക്കിയെടുത്തിട്ടല്ല അവർ പറയുന്നത്. നിങ്ങൾ പറയുമ്പോൾ അത്തരത്തിൽ ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കാൻ ഒരു ഉപാധിയായിട്ട് അത് വെക്കാൻ എന്നുള്ളതല്ലാതെ NSSന്റെ കീഴിലുള്ള ഞാനീ പറഞ്ഞ 70 താലൂക്ക് യൂണിയനുകളിലെ പക്ഷെ ഇവിടെ സുകുമാരൻ നായർക്ക് സ്തുതി പാടുന്ന, അതല്ലെങ്കിൽ അദ്ദേഹവുമായി അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തിന് സ്തുതി പാടുന്നവർക്കും മാത്രം അതുകൊണ്ട് നേട്ടം. അവർക്ക് ജോലിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ സുകുമാരൻ നായർ സ്തുതിപാഠകനല്ല. ഞാൻ സുകുമാരൻ നായർക്കോ നാരായണപ്പണിക്കർക്കോ മറ്റാർക്കെങ്കിലും വേണ്ടി ഈ നിമിഷം വരെ സ്തുതി പാടാൻ പോയിട്ടുമില്ല. എന്നെ ആ രൂപത്തിൽ കിട്ടുമെന്ന് അവരാരും സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കുകയുമില്ല. എന്നെ അറിയാത്തവരല്ല അവരാരും, അവരറിയാത്ത ആളല്ല ഞാനും. അതൊക്കെ ഓരോരുത്തരുടെ നിലപാടിന്റെ പ്രശ്നമാണ്. സ്തുതിപാഠകർ എന്നൊക്കെ പറയുന്നത് ഓരോ നിലപാടിന്റെ പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് ആരോടെങ്കിലും സ്തുതി പാടിയിട്ട് കാര്യമില്ലാത്ത ഒരാളാവുമ്പോൾ എൻ്റെ അടുത്ത് അത് ചെലവാവില്ല. തിരിച്ചെനിക്ക് അങ്ങോട്ടും ചെലവാക്കാനൊന്നുമില്ല. എനിക്ക് വേണ്ടി ഒരു അഡ്മിഷന്റെ കാര്യം NSS എടുത്തു നോക്കിക്കോളൂ. SNDPയിലെ പോലെ അല്ല. NSSല് അഡ്മിഷന് പണം വാങ്ങിക്കാറില്ല. അതറിയില്ലേ? പണം വാങ്ങിച്ചിട്ടല്ല NSSലെ കോളേജ് അഡ്മിഷൻ കൊടുക്കുന്നത്. ജോലിക്ക് പൈസ സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ സിംഗിൾ മാനേജ്മെന്റുകൾ നോക്കൂ, എയ്ഡഡ് മാനേജ്മെന്റുകൾ, സിംഗിൾ മാനേജ്മെന്റുകൾ, NSSൽ നായർ സമുദായത്തിൽ തന്നെ പെട്ട ആൾക്കാരുടെ സിംഗിൾ മാനേജ്മെന്റുകൾ. ഈ NSS വാങ്ങിക്കുന്നതിന്റെ ഇരട്ടിയും കൂടുതലും പണമാണ് അവിടെ സ്കൂളിലും കോളേജിലും ജോലിക്കായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എത്രയോ ഉദാഹരണങ്ങളാണ് നേരിട്ട് എനിക്ക് പറയാൻ കഴിയും. ആ തരത്തിലേക്കൊന്നും NSS ഇപ്പോഴും പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിനിപ്പോഴും ഒരു നായക സഭ ഉണ്ടെന്നും, നയിക്കുന്ന ഒരു സഭയുണ്ടെന്നും, അതിന് നേതൃത്വം ഉണ്ടെന്നും, ആ നേതൃത്വത്തിന് കാലാകാലങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആധികാരികത ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഡിസിൻറ്റഗ്രേറ്റഡ് ആണെങ്കിൽ ശ്രീ മേജർ രവി M. ജയചന്ദ്രൻ അദ്ദേഹം ഉന്നയിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു പോരാട്ടം, അതിന് പിന്നിൽ മറ്റു പല താല്പര്യങ്ങളുമുണ്ട്. ഒരു പക്ഷേ നമുക്കറിയാം, ഗണേഷ് കുമാറിന് അദ്ദേഹത്തിന് പദവി ഉണ്ടായിരുന്നുവെങ്കിൽ, NSSന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതേ രീതിയിലൊരു ആർജവം കാണിക്കില്ലായിരുന്നു സുകുമാരൻ നായരെ വിമർശിക്കാൻ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ, അതല്ലെങ്കിൽ ഈ നായർ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിപ്പോൾ രംഗത്തെത്തിയവരുടെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നാണ് ശ്രീ M. ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ആദ്യമായിട്ട് ജയചന്ദ്രൻ സർ, എനിക്കിതിനകത്ത് ഒരു BJPയുടെ അജണ്ട താങ്കൾ പറഞ്ഞതിന് ഞാൻ ശക്തമായിട്ട് ഖണ്ഡിക്കുന്നു. താങ്കൾ ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ മേജർ രവി എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വലാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ രാഷ്ട്രീയം കൊണ്ടുവന്ന് ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ പത്മ കഫേ എന്ന് പറയുന്ന ഒരു ചായക്കട എന്ന് പറഞ്ഞു. പത്മ കഫേയിൽ ചായയാണ് വിൽക്കുന്നത്, അത് കള്ള് ഷാപ്പല്ലല്ലോ. അപ്പോൾ അതിനെ ചായക്കട എന്നുള്ളത് ഒരു മലയാളത്തിൻ്റെ പ്രയോഗം മാത്രമാണ്. പത്മ കഫേ എന്നുള്ളത് ഇന്ന് താങ്കൾക്ക് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ എറണാകുളത്ത് തന്നെ എയർപോർട്ടിലോട്ട് പോകുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പത്മ കഫേ അത് 6 മാസത്തിനകത്തോ അതോ 8 മാസത്തിനകത്തോ അത് പൂട്ടിപ്പോയിരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ ഒരു ബോർഡ് പോലും ഇല്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് പൂട്ടിപ്പോയി. നിങ്ങളൊരു നല്ലൊരു ഉദ്ദേശത്തിലാണ് ഒരു സംഭവം തുടങ്ങുന്നതെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ആ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്തിന് നിങ്ങൾ കോടികൾ മുടക്കിയിട്ട് ഇതുപോലുള്ളൊരു കഫേ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങി അതിൻ്റെ ബ്രാഞ്ചുകൾ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ചിലപ്പോൾ അത് ഓടുന്നുണ്ടായിരിക്കും. പക്ഷെ പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുള്ളത് ജയചന്ദ്രൻ സാർ മനസ്സിലാക്കണം, ഓടുന്നില്ല സാർ. ഇത് വേറൊരു കോളേജ് പോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ അതിനെ ഞാൻ തരം താത്തി കാണിച്ചതോ അതൊന്നുമല്ല.
നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അതല്ലാതെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന് ഇന്ന ആൾക്കാർക്ക് കോൺട്രാക്ട് കൊടുത്തു, ആർക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്, ആരാണ് ഇതിൻ്റെ ഇൻചാർജ്, ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം താങ്കൾക്ക് പോലും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം എവിടെയാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് പോയിരിക്കുന്നത്, ആരാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വിഴുപ്പ് പുറത്ത് ഇപ്പം ഞാൻ അലക്കുന്നില്ല, അതവിടെ മാറ്റി വെച്ചേക്കും. ഇപ്പം താങ്കൾ പറഞ്ഞു കോടതിയിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് സർ. അത് നടക്കുന്നത് ഇപ്പോൾ 93, അതിൻ്റെ ഇടയിലാണ് ഈ 93. അപ്പുറത്തിരിക്കുന്ന പാർട്ടികൾ അത്രയും പൈസ ചിലവാക്കിയിട്ടാണ് NSS അവരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളെപ്പോലുള്ളത്, അല്ലെങ്കിൽ ഞാനിതുവരയ്ക്കും പൈസ ഇറക്കിക്കൊണ്ടൊരു കാര്യം തുടങ്ങിയിട്ടില്ല. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായതുകൊണ്ട്. പക്ഷെ ഞാൻ ഇവരെല്ലാം വിളിക്കുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലയിടത്തും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മന്നത്താചാര്യൻ്റെ പ്രതിമയിൽ മാലയിടാൻ പോകണമെങ്കിൽ NSS ആസ്ഥാനത്ത് നിന്ന് പെർമിഷൻ വേണമെന്ന് പറയുന്നതിന് എനിക്കൊന്ന് ന്യായീകരിച്ച് തന്നു കഴിഞ്ഞാൽ ജയചന്ദ്രൻ സാറിനെ ഞാൻ എഗ്രി ചെയ്യാം. എന്തിനാണ് സാർ ഈ ഒരു പെർമിഷൻ അവിടെ പോകുന്നെങ്കിൽ ഒരു നായർ എന്നുള്ളതല്ല ഏതൊരു ഹിന്ദുവിനും വേണമെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? ഇതെന്തിനാണ് നിങ്ങൾ പൂട്ടി അടച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഒരു ധാർഷ്ട്യമല്ലേ സാർ? അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു അതിനെ മാറ്റാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയാം. പക്ഷേ അതിനൊരു പരിശ്രമമല്ലേ ഇവരെല്ലാവരും കൂടെ നടത്തുന്നത്. ആ നടത്തുന്ന സമയത്ത് താഴെ കിടക്കുന്ന കരയോഗങ്ങൾ അവരാണ് വോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ അടക്കം തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു ഐവാഷാണത്. ആ ഐവാഷിനെ മാറ്റിക്കൊണ്ട് നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൾ അവിടെ വന്നിരുന്നു കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും കാണുന്ന. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരണോ കട്ടായ ഇല്ലല്ലോ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഇവിടുത്തെ ആവശ്യം. ഗണേഷ് കുമാറും ഒക്കെ ഇപ്പോൾ പോരാട്ടം നടത്തുന്നത്, ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങയിലേക്ക് എത്താം. സ്വാമി ഭദ്രാനന്ദ, ഇത് NSSലെ കുടുംബാധിപത്യം, ഏകാധിപത്യം, ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പുതിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഇത് NSSൽ മാത്രമല്ല, SNDPയിലും സമാനമായ അവസ്ഥയാണ്. ഏകാധിപത്യവും കുടുംബാധിപത്യവും എന്ന് ആരോപണം ഉന്നയിച്ച് വലിയ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് SNDPക്കെതിരെ ഒരു വിമത നീക്കങ്ങൾ കാലാകാലങ്ങളായിട്ടുണ്ട്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് ഇത്തരം സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ മാസം 19-ാം തീയതി തിരുവനന്തപുരത്ത് വെള്ളാപ്പള്ളി നടച്ച ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ മാധ്യമപ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്തരത്തിലുള്ള വിമത നീക്കങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം, എന്ത് ഫലപ്രാപ്തിയാണ് ഉണ്ടാവുക എന്ന്. കാരണം അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് SNDPക്കകത്ത് ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയാണ്. പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ മാറ്റാനോ ഒരു നേതൃമാറ്റം കൊണ്ടുവരാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുപോലുള്ള നീക്കങ്ങൾ, ഈ വിമത നീക്കങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം സ്വാമി ഭദ്രാനന്ദ? ഈ വിമത നീക്കം എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെവല്യൂഷനിൽ നിന്ന് മാത്രമേ ഒരു എവല്യൂഷൻ ഉണ്ടാവാറുള്ളൂ. ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭൻ അവറുകളുമെല്ലാം ഇവിടെ വിമതർ തന്നെയായിരുന്നു. അവർ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. അവർ മനുഷ്യനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി, അത് ആത്മീയമായും സാമൂഹികമായും ഉള്ള മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. അവർ വിമതരല്ലായിരുന്നെങ്കിൽ, അവർ മാറ്റത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഈ കാണുന്ന ഈ സുഖലോലിപരായിട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ ഇരിക്കാനൊരു പ്രസ്ഥാനം പോലും ഇവിടെ ഉണ്ടാവില്ല. മന്നംജി ആക്ച്വലി എന്താ ചെയ്തത്? അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയൊരു ഗുരുഭക്തൻ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു എന്താണോ ചിന്തിച്ചത് അതിനും ഡബിളായിട്ട് ചിന്തിച്ച് സമൂഹത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം പോലും വിളക്ക് തെളിയിച്ച് ഈ ഒരു മഹത് പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത്. പക്ഷേ ഈ NSSൽ നാം കാണുന്നത്, ഈ NSSും ഈ SNDP എന്ന് പറയുന്നത്, ഇതിലെ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഇത് രണ്ട് ബസ്സുകളായിട്ട് കാണാം. ഓൾവോ ബസ്സും സ്കാനിയ ബസ്സും. ഇതിൽ രണ്ട് വണ്ടികൾക്കല്ല പ്രശ്നം, ഇത് ഓടിക്കുന്ന വ്യക്തികളുടെ മനോഗതി, മനഃശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അവരുടെ കർമ്മ ശുദ്ധികളെയാണ് ഇവിടെ നമ്മൾ അളന്ന് സമൂഹത്തിന്റെ മുന്നിൽ വെക്കേണ്ടത്. അതിന് ഉദാഹരണം, വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു ഭൂലോക കാട്ടുകള്ളനാണ്. ഇത്രയും ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ പറഞ്ഞത് അതിനെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ അതിലേറെ പരമചറ്റയാണ്. അപ്പോ ഇപ്പൊ തന്നെ അദ്ദേഹം വന്നിരിക്കുന്ന ന്യായീകരണം, കള്ള് ചെത്തരുത് കുടിക്കരുതെന്ന് ഗുരു പറഞ്ഞെങ്കിൽ
ഈ തുഷാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വിദേശ മദ്യം കൊടുക്കാം, കള്ള് മാത്രമേ ചെത്തലുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവൻ ഇവിടെ BJP-യുടെ ഇപ്പൊ നമ്മുടെ രവിയേട്ടൻ അറിയാം, BJP-യിൽ ഞാൻ സ്ഥിരം രവിയേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്നോർത്ത് BJP-യിൽ വന്ന് അതിനകത്ത് ഇരിക്കുന്ന ഒരു നിർഭാഗ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർവേഡഡ് ആയിട്ടുള്ള പല തോട്ട്സും ചിന്തകളും ഒക്കെ സമൂഹത്തിൽ വന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നവരാണ്. ഇവരെ ഒന്നും ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വി ഷുഡ് റിമൂവ് ദീസ് കൈൻഡ് ഓഫ് അൺവാണ്ടഡ് ഒരു ഫസ്സാണ് ഈ, അല്ലെങ്കിൽ ഒരു ഫസ്സായിട്ട് നമ്മുടെ പറയത്തില്ല, ഒരു വല്ലാത്ത ഒരു ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദോസ് ഗൈസ്. ഇവര് രണ്ടുപേരും അതായത് വർഗീയ കാളവണ്ടിയുടെ രണ്ടറ്റത്തും കെട്ടാൻ പറ്റുന്ന രണ്ട് കാളകളാണ്. ഇവരെ കൊണ്ട് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് സ്പിരിച്വലി ഉണ്ടായിട്ടുള്ളത്? മന്നംജി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ ആഗ്രഹിച്ചതുപോലുള്ള എന്തൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടായി? അവരൊക്കെ ചെയ്തു കൊടുത്ത കസാരയിൽ കയറി, അല്ലെങ്കിൽ അവരുടെ ത്യാഗം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൽ കയറിയിരുന്ന് ഈ പറയുന്ന ഷോ കാണിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ ഇവർക്ക് എത്രമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാമി അങ്ങയുടെ സൂം ഇപ്പോൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്താൽ അല്പം വ്യക്തമായിരിക്കും, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ കഴിയും. സ്വാമിയിലേക്ക് വരാം. ശ്രീ സി സതീശൻ, ഇത് NSS-ലെ ഒരു പോരാട്ടത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. പക്ഷേ ഇത് NSS-ൽ മാത്രമല്ല, SNDP-യിലും പുതിയ വിമത ശബ്ദമല്ല, കാലാകാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ ഈ വരുന്ന 19-ാം തീയതി സ്വാമി ഭദ്രാനന്ദയുടെ നേതൃത്വത്തിൽ ഒരു വിമത പോരാട്ടം, വിമത മുന്നേറ്റം വെള്ളാപ്പള്ളി നടേശനെതിരെ, അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാമി ഭദ്രാനന്ദ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ സമുദായ ആചാര്യന്മാർ മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ടാണ് പുതിയ നേതൃത്വങ്ങൾ ഇന്ന് ആ സംഘടനകളെ ഭരിക്കുന്നതെന്ന്. അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയയില്ല. അവരെ ചോദ്യം ചെയ്യാൻ, അതായത് സുകുമാരൻ നായരെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ ഇന്ന് കണ്ടു. അങ്ങനെയുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന നടപടി. സമാനമായ അവസ്ഥ തന്നെയല്ലേ SNDP-യിലും? എന്നെ സംബന്ധിച്ചിടത്തോളം ആമുഖമായിട്ട് ഒരു കാര്യം പറയാം. SNDP എന്ന മഹത്തായ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൻ്റെ അനേകായിരം ശാഖകളിലോ ആ ശാഖകളിലെ ഭരണപരമായ കാര്യത്തിലോ SNDP-യുടെ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വക്താവോ ഒന്നുമല്ല ഞാൻ. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് കേട്ടാൽ അന്തരംഗം അഭിമാനം കൊണ്ട് തിളയ്ക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം ഈഴവ സമുദായ അംഗങ്ങളിൽ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വർഷം മുമ്പ് SNDP യോഗം എന്ന് പറഞ്ഞിരുന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഒരു സംഘടനയായിരുന്നില്ല. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ SNDPക്ക് ശാഖായോഗങ്ങൾ ഇല്ലായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഈ 30 വർഷത്തിനകം ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഇന്നത്തെ SNDPയുടെ സ്ഥിതി എന്താണ്? ഏതാണ്ട് 7000-ന് മുകളിൽ ശാഖകളുണ്ട്, 141ഓളം യൂണിയനുകളുണ്ട്, 70,000-നുപരിയായിട്ട് മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളുണ്ട്. അതേപോലൊക്കെ അനേകായിരം യൂത്ത് മൂവ്മെന്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ഇന്ന് കേരളം മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. പണ്ട് വടക്കൻ കണ്ണൂർ പോലുള്ള വടക്കൻ ജില്ലകളിലേക്ക് ചെന്നാൽ SNDPക്ക്
ശാഖ രൂപീകരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. നമ്മളെ രാഘവൻ വക്കീലൊക്കെ ഈ നേതൃത്വ സ്ഥാനത്ത് ഇരുന്ന സമയത്ത് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് SNDP ഈഴവ സമുദായത്തിന്റെ കേരളത്തിൽ മുഴുവനും സംഘടനയില് ജനാധിപത്യമുണ്ടോ ശ്രീ സതീശൻ? തീർച്ചയായിട്ടും ജനാധിപത്യം ഉണ്ടല്ലോ. അതായത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ അറിവിൽ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റ അന്ന് തുടങ്ങിയ വിമിത സ്വരങ്ങളാണ്. അതായത് SNDPക്ക് പുതിയ പുതിയ ഓരോ ശാഖകൾ ഉണ്ടാകുമ്പോൾ എതിർപ്പ് വരും. അതായത് SNDPക്ക് ശാഖകൾ ഉണ്ടാക്കുവാൻ കഴിയാത്ത മേഖലകളിൽ വരെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഈഴവ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ വിമത ശബ്ദം ഉയർന്നതാണ്. അത് ഇന്നലെയോ വന്നതല്ല, 30 വർഷമായിട്ട് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പേടിക്കുകയില്ല, ഇന്നേ വരെ പേടിച്ചിട്ടുമില്ല. കോടതിയിലൊക്കെ ഇവർ പോയതല്ലേ വിമത വിഭാഗം എന്ന് പറഞ്ഞ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? SNDPയെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിന്റെ കരുത്തും യശസ്സും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനമാണ്. അവിടെ ഒരു അഴിമതിയില്ല, അവിടെ ഒരു വിമത ശബ്ദത്തിന്റെ ആവശ്യമില്ല. ജനാധിപത്യപരമായിട്ട് രീതിയിൽ അതിന്റെ ഭരണഘടന, SNDPയുടെ ഭരണഘടന പറയുന്ന രീതിയിലെ കാലങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തി തന്നെയാണ് SNDP അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത്. ഈ വിമത സ്വരങ്ങള് ഇതിനകത്ത് നുഴഞ്ഞു കയറുവാൻ ശ്രമിച്ച പല വ്യക്തികളുമുണ്ട്. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റു പല സംഭവവികാസങ്ങളും ഈ ഗോകുലം ഗോപാലിന്റെ നേതൃത്വത്തില് വെള്ളാപ്പള്ളി നടേശനെതിരെ, അല്ലെങ്കിൽ ശ്രീ MK സാനുവിന്റെ നേതൃത്വത്തില് വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്തിയ പല സമര പോരാട്ടങ്ങളും പല പ്രതിഷേധങ്ങളും ഒക്കെ അവർ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പുതിയ മൂവ്മെന്റ് SNDPയിൽ ഉയർന്നു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായ മറുപടി ഉണ്ട്, ഉത്തരമുണ്ട് ശ്രീ ഭദ്രാനന്ദയ്ക്കൊക്കെ. കാരണം മൈക്രോ ഫിനാൻസ് വിഷയമടക്കം അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല, ഇപ്പോഴും അതില് ഒരു അഴിമതി നടന്നിട്ടില്ല എന്ന് തർപ്പിച്ചു പറയാൻ കഴിയുമോ? മൈക്രോ ഫിനാൻസ് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്ന് 70,000-ന് മുകളിൽ യൂണിറ്റുകളുള്ള ഒരു പ്രസ്ഥാനമാണത്. അത് പല ശാഖകളുണ്ട്. ഈ പല ശാഖകളിലും പല പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ ശക്തമായ നടപടി ജനറൽ സെക്രട്ടറി അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. ഈ അഴിമതി എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന വ്യക്തി എന്ന പേരിലാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ ചില ശാഖകളിലുണ്ടായ മൈക്രോ ഫൈനാൻസ് സംബന്ധിച്ചുള്ള വിഷയമാണ് ഇവിടെ അദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് ഇവര് ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ചീറ്റിപ്പോകുന്നത്. കാരണം അദ്ദേഹം നേരിട്ട് ഇതിനകത്ത് ഒരു ഇടപാടും നടത്താറില്ല എന്നാണ് ഒരു സമുദായ അംഗം എന്ന നിലയിൽ എൻ്റെ അറിവ്. കാരണം ഇതൊക്കെ ശാഖ വഴിയാണ്. മൈക്രോ ഫിനാൻസിന് ഓരോ യൂണിറ്റുകളുണ്ട്, അവർ തമ്മിലാണ് ഈ ഇടപാടുകളൊക്കെ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മഹിളാ യൂണിറ്റുകൾ, മഹിളകൾ, ഈ യുവതികൾ, അവരുടെയൊക്കെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. ഇപ്പൊ അനേകായിരം മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ ഉണ്ടാവും. അതിൽ 1-2 യൂണിറ്റുകളിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം യോഗം ജനറൽ സെക്രട്ടറിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വിഭാഗം എന്ന് പറഞ്ഞ് എന്തെല്ലാം നടത്തിയാലും ഇതിനകത്ത് അനധികൃതമായിട്ട് ആർക്കും നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ SNDP യോഗത്തിന്റെ സാധാരണ ഒരു മെമ്പറായ ഒരു ഈഴവ സമുദായമായ എനിക്ക് പറയാനുള്ളത്. ശ്രീ M ജയചന്ദ്രൻ, എന്തായാലും അത്തരമൊരു സ്വാമി ഭദ്രാനന്ദയൊക്കെ പുതിയ ഒരു
സമരമുഖം തുറക്കുകയാണ് SNDP-യിൽ. NSS-ലും സമാനമായൊരവസ്ഥയുണ്ട്. നായർ സംരക്ഷണ സമിതി പുതിയ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തുന്നു. മന്നത്ത് പത്മനാഭൻ്റെ സമാധി സ്ഥലം പൊതുജനങ്ങൾക്കായി തുറന്നു കിടക്കണം എന്ന ന്യായമായ ആവശ്യം ഉൾപ്പെടെയാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ സമുദായ അംഗങ്ങളെ കേൾക്കാൻ ഈ നേതൃത്വം തയ്യാറാകാത്തത്? അങ്ങ് സൂചിപ്പിച്ചു, പലപ്പോഴും നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ഈ സംഘടനയിലെ ഭാരവാഹികളാരും ഇവർക്കെതിരെ ഒരു വിരൽ അനക്കാൻ പോലും അല്ലെങ്കിൽ ഒരൽപ്പം ശബ്ദമുയർത്താൻ പോലും തയ്യാറാകില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം എന്തായിരിക്കുമെന്നും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗണേഷ് കുമാർക്ക് ആ പദവിയിലിരുന്നപ്പോൾ ഒരു രീതിയിലുള്ള വിമത ശബ്ദമോ എതിർ ശബ്ദമോ ഉയർത്തിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം അത് ലക്ഷ്യത്തിലെത്തുമോ, അതോ ഈ രീതിയിലുള്ളൊരു നനഞ്ഞ പടക്കമാകുമോ? കാരണം നമുക്കറിയാം മറ്റു പല സംഘടനകളിലും കണ്ടത് KPMS പോലും അത് പിന്നീട് പിളർപ്പിലേക്ക് പോയി. ഇവിടെ അങ്ങനെ ഒരു ഈ സംഘടനകളെ SNDP-യെയും NSS-നെയൊക്കെ പിളർത്തി പുതിയൊരു സംവിധാനമായി അല്ലെങ്കിൽ പുതിയൊരു സംഘടന രൂപീകരിക്കാൻ ശേഷിയുള്ളവർ ഇന്ന് ഈ സംഘടനകളിലുണ്ടോ? ശ്രീ M. ജയചന്ദ്രൻ. ശേഷിയുള്ളവരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ, ധാരാളം ആളുണ്ട്. അതിന് വൈഭവവും സമ്പത്തുമുള്ള ഒരുപാട് ആൾക്കാർ അതിനകത്ത് തന്നെ ഉണ്ട്. അതിനൊന്നും ഒരു തർക്കവുമില്ല എനിക്ക്. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയുമോ ടോം? ഇപ്പോ ആദരണീയനായ മേജർ രവി എന്നോട് ചോദിച്ചല്ലോ, അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു എന്ന്. ഞാൻ പറയുകയും ചെയ്തു എന്ന് ആരോപിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല മേജർ. എനിക്കങ്ങനെ വർത്തമാനം പറയേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ആവശ്യവുമില്ല. പക്ഷേ താങ്കൾ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ആ പദവിയെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്, പേര് പറഞ്ഞിട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പൊ അത് അവർക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അങ്ങയുടെ അഭിപ്രായം കലരുന്നുണ്ടായിരുന്നു. കലർപ്പേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ടല്ല അങ്ങ് പറഞ്ഞത്. അതിനെ സൂചിപ്പിച്ചു തന്നെയാണ് ഞാനത് പറഞ്ഞതും. ഞാൻ അതിലേക്ക് വരാം. ഒപ്പം ഈ SNDP-യുടെ കാര്യം കൂടെ എനിക്കൊരു പ്രതികരണം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാമെന്ന് പറഞ്ഞത്. ഈ SNDP-യിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്? എനിക്കിപ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയെക്കാളും വളരെ അടുപ്പമുള്ള ആളാണ് ഗോപാലേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന വ്യക്തി. അദ്ദേഹമാണ് വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ട് ഉള്ള നിലപാട് സ്വീകരിച്ച് നയിക്കുന്നയാള്. സാനുമാഷ് അടക്കമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ സാനുമാഷിന്റെ താല്പര്യം തീർത്തും മറ്റു തലത്തിലാണ്. കുറെ കൂടെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് സാനുമാഷ് എന്നുള്ളത് ആർക്കും പറയാതെ തന്നെ അറിയുന്നതാണല്ലോ. അപ്പൊ ആ പ്രത്യയശാസ്ത്രപരമായ ധാരയിൽ നിന്നുകൊണ്ട് അതിലുണ്ടാവുന്ന ചില വിയോജിപ്പുകൾ അദ്ദേഹത്തെ മുമ്പോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൽ മറ്റു കാര്യങ്ങൾ അവസാനം തീർന്നിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് തന്നെ അപ്പൊ പക്ഷേ ഈ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശിവഗിരിയെ ഒരു ഹൈന്ദവ മഠമാക്കണം എന്നുള്ളത് RSS-ന്റെയും BJP-യുടെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും ഒക്കെ തീവ്രാഭിലാഷമുള്ള ഒരു ലക്ഷ്യമാണ്. അത് ഇതുവരെ നടക്കാതെ പോയി. പക്ഷെ അതിന് വലിയൊരു ആക്കം കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത് ആന്റണിയുടെ കാലത്ത് 95-ലെ ശിവഗിരി പോലീസ് കയറിയതുമായി ബന്ധപ്പെട്ടാണ്. ആന്റണി അന്ന് മുഖ്യമന്ത്രി. അത് കഴിഞ്ഞിട്ടാണല്ലോ വെള്ളാപ്പള്ളി അധികാരത്തിൽ വരുന്നതും ഇപ്പൊ ഇത്രയും കാലം ഇരിക്കുന്നതും. അപ്പൊ ഇപ്പോഴും അവർ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ ശിവഗിരി കുന്നുകളെ ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാക്കി മാറ്റാനാണ്. അതിന് അങ്ങനെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥ വെള്ളാപ്പള്ളി നടേശന് സ്വീകരിക്കേണ്ടി വരുന്നത് അത് ആ മത സാമുദായിക കെട്ടുറപ്പിന്റെ ഫലമായിട്ട് തന്നെയാണ്. എന്നിട്ടും 2015-ൽ BDJS ഉണ്ടാക്കേണ്ടി വന്നു. മകനെ അതിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്തേണ്ടി വന്നു. അതേ മകൻ തന്നെ ഈ യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആവുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ ഹൈന്ദവ മഠമാക്കി മാറ്റാൻ ശിവഗിരി മഠത്തിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദൗർബല്യമാണ് RSS-നെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ. അതിന് വെള്ളാപ്പള്ളി അനുവദിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. അത് സംബന്ധിച്ചെന്തെങ്കിലും വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വരുത്തിക്കൊള്ളാം. അതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ 95-ലെ പ്രശ്നത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ചെങ്കോട്ടുകോണ സ്വാമി പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത് പറയേണ്ട ഘട്ടമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം, ഈ ചർച്ചയിൽ സമയം ഉണ്ടെങ്കിൽ. ഇപ്പൊ മേജർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ അവിടെ പ്രവേശിക്കുന്നത് മന്നത്താചാര്യന്റെ
സമാധി മണ്ഡപത്തിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്കിന്റെ പ്രശ്നം. മേജർ ജനുവരി 1, 2, ഫെബ്രുവരി 25, അതായത് മന്നം ജയന്തിയും മന്നം സമാധിയും ഈ ദിനങ്ങളിലാണ് ആചരിക്കുന്നത്. ആ ദിനങ്ങളിലല്ലാതെ മന്നം സമാധി തുറന്നിടാറില്ല. 365 ദിവസങ്ങളുള്ള വർഷത്തിലെ ബാക്കി മുഴുവൻ ദിവസങ്ങളും അത് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. തൂക്കലും തുടക്കലും വൃത്തിയാക്കലും ഒക്കെ നിർബന്ധമായും ആചരിക്കേണ്ട സ്ഥലവും കൂടെയാണല്ലോ അത്. രാവിലെയും വൈകുന്നേരവും മുറ തെറ്റാതെ നടന്നു പോരുന്നുമുണ്ട്. അതിന് ശമ്പളക്കാരായിട്ട് തന്നെ ആൾക്കാരെ വെച്ചിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞ് എല്ലാ ദിവസവും അത് പൂട്ടും. താക്കോല് ജനറൽ സെക്രട്ടറി ആരാണോ അദ്ദേഹത്തിനാണ് ഇരിക്കുക. ഇപ്പൊ സുകുമാരനാടിലാണ് ഇരിക്കുക. അപ്പോ ജനറൽ സെക്രട്ടറിയുടെ കൃത്യമായ അനുവാദം വാങ്ങിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ആ താക്കോല് ഓഫീസ് ഉദ്യോഗസ്ഥർക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി തുറക്കാൻ സാധിക്കൂ, ഒരാൾ വരുന്നെങ്കിൽ. അപ്പൊ ആ ആള് വരുന്ന ആരായാലും ജനറൽ സെക്രട്ടറി അറിയാതെ നേരിട്ട് അങ്ങോട്ട് വന്ന് കയറി സമാധി മണ്ഡപം തുറന്നതാ എന്ന് പറഞ്ഞാൽ തുറക്കാൻ കഴിയുന്ന ഏർപ്പാടല്ല അവിടെ ഉള്ളത്. പിന്നെ അത് എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും ഇവിടെ സുകുമാരനാർക്ക് താല്പര്യമില്ലാത്തവർക്ക് മന്നം സമാധിയിൽ പോലും പ്രവേശന വിലക്ക്. NSS ആസ്ഥാനത്ത് ഒരാൾ കയറി ചെല്ലണമെങ്കിൽ സുകുമാരനാരുടെ ആശീർവാദം മേടിക്കണം. അതല്ലാത്തവർക്ക്, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം, പല മന്ത്രിമാർക്കും വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം, അതൊരു പരിധിവരെയും ഒരു ഏകാധിപത്യ പ്രവണതയല്ലേ? കാരണം തന്നെ അംഗീകരിക്കാത്തവരുടെ, തനിക്ക് വിയോജിപ്പുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മഹാനായ മന്നത്ത് പത്മനാഭനോടുള്ള ഒരു അനാദരവല്ലേ കാണിക്കുക. അദ്ദേഹത്തെ ഈ ലോകം മുഴുവൻ ആദരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യന്റെ സമാധി സ്ഥലത്ത് എന്തുകൊണ്ടാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത്? അല്ല, താങ്കൾ എന്തിനാണ് ടോം അതിനെ ഒരു വിമതപക്ഷത്ത് നിന്ന് വിമത സ്വരത്തിൽ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് NSSന്റെ നിലപാട് ഇതാണ്. അതായത് ഞാനൊരു വിമത സ്വരത്തിൽ സംസാരിച്ചതല്ല, ഒരു വസ്തുത പറഞ്ഞതാണ്. നേരത്തെ മേജർ രവി ഉന്നയിച്ചൊരു വിഷയം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. അല്ല, ഞാൻ കേൾക്കൂ, താങ്കൾ കേൾക്കൂ. ജനുവരി 1-നും 2-നുമാണ് മന്നം ജയന്തി സമ്മേളനങ്ങൾ. അന്ന് അത് തുറക്കാറുണ്ട്, മുഴുവൻ സമയം തുറന്നിടുന്നുമുണ്ട്. ഈ പൂജ രാവിലെയും വൈകുന്നേരം രാത്രിയിലും ഒക്കെയുള്ള പൂജകൾ നടക്കുന്നെങ്കിലും അവിടെ തുറന്നു തന്നെ ഇടുന്നു ഈ 2 ദിവസങ്ങളിലും. പിന്നെ അതുപോലെ തുറന്നിടുന്ന മറ്റൊരു ദിവസം ഫെബ്രുവരി 25 സമാധി ദിനമാണ് മന്നത്ത് പത്മനാഭന്റെ. അന്നും രാവിലെ മുതൽ രാത്രി വരെ തുറന്നിടുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള 363 ദിവസങ്ങളിലും അതങ്ങനെയല്ല, അടച്ചിടുകയാണ് ചെയ്യുന്നത്. അത് കാണണ്ടേ? അത് ഈ ഏതെങ്കിലും VVIP വരുന്നത് കൊണ്ടോ മറ്റാരെങ്കിലും അനാദരിക്കാനോ അല്ല എന്നുള്ളത് കാണണ്ടേ? താങ്കൾ ചോദിച്ച മന്നത്താചാര്യന്റെ ആ സ്മരണകളെ പവിത്രമായി തന്നെ അവർ കൊണ്ടു നടക്കുകയാണ്, ആചരിക്കുകയാണ്, അതങ്ങനെ തന്നെ ചെയ്യുകയുമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഉള്ളത്. ആ നിയന്ത്രണങ്ങൾ തീരുമാനം മാറ്റണമെങ്കിൽ ജനറൽ സെക്രട്ടറി ചുമതലയിരിക്കുന്ന ആരാണോ അങ്ങേലേക്ക് വരാം. ഇപ്പോൾ SNDP വിമത മുന്നേറ്റത്തിന്റെ നേതൃതലത്തിലുള്ള ശ്രീ PS രാജീവ് ചേരുന്നുണ്ട്. ശ്രീ PS രാജീവ്, BDSന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ C സതീശൻ നേരത്തെ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. ഈ സമുദായം, അതായത് യാതൊരു അധികം യൂണിയനുകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, ശാഖകളില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ ഇത്രയധികം ഒരു സംഘടനാ സ്വഭാവമായി ആ രീതിയിൽ വളർത്തിയെടുത്തതിൽ, നിരവധി ശാഖകളെ സൃഷ്ടിച്ചതിൽ, ഈ സമുദായത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയൊക്കെ വലിയ സംഭാവന ചെയ്ത വെള്ളാപ്പള്ളി നടേശനെതിരെ നിങ്ങൾ നടത്തുന്ന ഈ ഒരു പോരാട്ടം, അത് യാതൊരു രീതിയിലുള്ള അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. എന്ത് വിഷയം ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ SNDPക്കെതിരെ ഇപ്പോൾ ഈ ഒരു വിമത ശബ്ദം ഉയർത്തുന്നത്, അതല്ലെങ്കിൽ ഒരു പോരാട്ടം നടത്തുന്നത്? ശ്രീ രാജീവ്, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, SNDP എന്ന പ്രസ്ഥാനം ഇപ്പൊ നിലവിലുണ്ടോ? SNDP എന്ന പ്രസ്ഥാനം, അതായത് ഒരു നോൺ ട്രേഡിംഗ് കമ്പനി SNDP, അതിന്റെ നമ്പർ 995 എന്നാണ്. ആ കമ്പനി നമ്മളിപ്പോ അടിച്ചു കഴിഞ്ഞാല്, അതായത് ആ കമ്പനി ഡിഫാൾട്ടഡ് കമ്പനി എന്നാണ് കാണുന്നത്. അപ്പൊ ഒന്ന്, SNDPക്ക് രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു. 2019 വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. 7 വർഷമായിട്ട് അദ്ദേഹം ആ കസേരയിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുക. SNDPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാരവാഹി ഇല്ല. അതായത് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് 2019 മുതൽ 19 തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. 7 വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. കേരളത്തിലെ ഒരു യൂണിയനിൽ പോലും തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളില്ല. ശരിക്കും പറഞ്ഞ ശ്രദ്ധിക്കണം, കേരളത്തിൽ ഒരു യൂണിയനിൽ പോലും തെരഞ്ഞെടുപ്പ് ഭാരവാഹികളില്ല. എല്ലായിടത്തും നോമിനേറ്റ് ഇട്ടും കാലാവധി കഴിഞ്ഞു വരും. അപ്പൊ SNDP എന്ന പ്രസ്ഥാനത്തിന് വോട്ടർ പട്ടികയില്ല, കോടതി കൊടുത്താണ്. SNDP പ്രസ്ഥാനത്തിന് അംഗത്വ രജിസ്റ്റർ ഇല്ല. SNDP പ്രസ്ഥാനത്തിന്റെ ആസ്ഥാന മന്ദിരം ജപ്തിയിലാണ്.
ഇതിൽ ഏതെങ്കിലും ഇല്ലെന്ന് പറയാൻ തെളിയിക്കാമെങ്കിൽ അപ്പൊ ഒരു പ്രസ്ഥാനത്തിന് രജിസ്ട്രേഷൻ ഇല്ല, അംഗത്വ രജിസ്റ്റർ ഇല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളില്ല. അതിനെ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ആസ്ഥാനം മുതൽ പോലും ജപ്തിയിലാണ്. ഇത് SNDP എന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് പറയട്ടെ. കണക്ക് കൊടുക്കാത്തൊരു അയോഗ്യതകളെ പോയി 2005 കണക്ക് കൊടുക്കാത്തൊരു വിഷയം അത് വ്യക്തമാണ്. ശ്രീ സതീശൻ മറുപടി ഉണ്ടോ? SNDPയുടെ ആസ്ഥാനമാണ് ഈ കൊല്ലത്തെ ഓഫീസ്, ജപ്തി ചെയ്ത ഓഫീസ് എന്ന് പറയുന്നത്. അത് ഇവര് ഈ ഉന്നയിച്ചിട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള SNDPയുടെ പ്രബുദ്ധരായ നേതാക്കൾ അതിനകത്തിരുന്ന് പത്രസമ്മേളനം നടത്തിയതാണ്. അപ്പൊ ഏറ്റവും വലിയ കള്ളത്തരം ആണെന്നുള്ളത് അറിയാമല്ലോ. അത് ജപ്തിയിലാണ്, ജപ്തി ചെയ്ത് പോയി എന്ന് പറഞ്ഞ് പത്രങ്ങളിലൊക്കെ അങ്ങ് പറയുന്ന പച്ചക്കള്ളവാ. പത്രങ്ങളിലൊക്കെ എന്താണ് ജപ്തി? ഇവിടെ SNDP യോഗം ഇന്നും പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണ് ജപ്തി? അങ്ങക്ക് വിവരമില്ലാത്ത എന്റെ കുഴപ്പമല്ല. അങ്ങക്ക് വിവരം പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് വിവരമില്ല. ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് കേക്ക്. നിങ്ങളെ കേക്ക്. ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ കേൾക്കും. നിങ്ങൾ പറയുന്ന പ്രവർത്തിക്കുന്നില്ലേ? ഞാൻ അതല്ല ഞാൻ ഒന്ന് പറഞ്ഞു കേൾക്കും. ഞാൻ പറഞ്ഞു ഞാൻ കേക്ക് പറഞ്ഞു ഞാൻ രാജീവ് പറയട്ടെ. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. WPC 3514 2014 സ്റ്റേ ഉണ്ട്. എന്താണെന്ന് പറയാം? ആ സ്റ്റേ എന്തിനാന്ന് പറയാം? അതായത് ജപ്തിയിലെന്ന് അതായത് ഒരു സ്ഥാപനത്തിൽ സ്റ്റേ കൊടുക്കുന്നതിനാ. ഈ സ്റ്റേ ഉത്തരവ് കൊടുത്ത ആരാണ്? WPC 3514 2014 എന്താന്ന് പറയാം? എനിക്ക് അറിയോ? ഇനി D 641 2014 അറിയോ? അങ്ങക്ക് വേണോ? ഇപ്പോഴും SNDP ഓഫീസിന്റെ ഓഫീസ് ജപ്തിയാണ്. അല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ പണി ഞാൻ ചെയ്യാം. SNDP ഓഫീസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ 2016 ഫെബ്രുവരി മാസം 15-ാം തീയതി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. ആസ്ഥാന മന്ദിരം പതിച്ചു. പല ചോദ്യങ്ങളുമാണ് വിമതർ സൂചിപ്പിച്ചതുപോലെ മാറ്റത്തിന് വേണ്ടിയാണ് ഈ പോരാട്ടം പങ്കെടുത്ത മേജർ രവി, CM ജയചന്ദ്രൻ, സതീശൻ, സ്വാമി ഭദ്രാനന്ദ, PS രാജീവ് എന്നിവർക്ക് പ്രത്യേകം നന്ദി. NSSനും SNDPക്കും കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. നവോത്ഥാനത്തിനും വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ മുന്നേറ്റത്തിനും ഈ സംഘടനകൾ നൽകിയ സംഭാവന ഒരിക്കലും വിസ്മരിക്കാനാവില്ല. പക്ഷെ ചരിത്രം എത്ര മഹത്തരമായാലും ഇന്നത്തെ ചോദ്യങ്ങൾക്ക് അതൊരു കവചമാകില്ല. മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി വ്യക്തികളായിരുന്നില്ല, ആശയങ്ങളായിരുന്നു. നിലവിൽ ഈ സംഘടനകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് സംഘടനയെ തകർക്കാനുള്ള ശ്രമമെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് സംഘടനയെ കൂടുതൽ ശക്തമാക്കാനുള്ള ജനാധിപത്യപരമായ ഇടപെടലായി കാണേണ്ടതല്ലേ? പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.